എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ചൈനീസ് കോട്ടൺ ജംഗിൾ ഫയർ പ്ലാന്റ്, അങ്ങനെ പലതരം പേരുകൾ ഇതിനുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഇല കണ്ടില്ലേ, ഒരു ഗ്രീൻ ആൻഡ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. പക്ഷേ ഇതിൻ്റെ അടിഭാഗം അത് ഭയങ്കര ഭംഗിയാണ്. ഒരു പ്രത്യേക ഒരു മെറൂണും അങ്ങനെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ഈ ചൈനീസ് ക്രോട്ടൺ എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ സംഭവം ഇതിൽ കൊടുക്കുന്ന വെള്ളമാണ്, വെള്ളത്തിൻ്റെ അളവാണ്. ഈ സമ്മർ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഇത് വെള്ളം ഒഴിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇത് കണ്ടോ, ഇത് നമ്മുടെ ഈ കഴിഞ്ഞ സമ്മറില്ലേ, ആ സമ്മറിൽ ഇതിന് പറ്റിയ കേടുപാടുകളാണ്. ഇപ്പോൾ മഴയത്ത് അതൊന്ന് രക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, വെള്ളം എന്ന് പറയുമ്പോൾ ഓവറായിട്ട് വെള്ളം കൊടുക്കണമെന്നല്ല, ഇപ്പോൾ രാവിലെയും വൈകിട്ടൊന്നും നനച്ച് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇലകൾ ഇതുപോലെ ചുരുണ്ട് ഇതിൻ്റെ ഭംഗിയൊക്കെ അങ്ങ് നഷ്ടപ്പെടും. ഈ ഇലയുടെ സവിശേഷത തന്നെ കണ്ടോ, ഒരു ഗ്രീനിൽ പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ ഇത് കാണാനൊരു മൾട്ടി കളറായിട്ടുള്ളൊരു ലീഫാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഇതിനുണ്ട്. പക്ഷേ ഇത് നമുക്ക് സൺലൈറ്റ് കിട്ടുന്നില്ല. നമ്മൾ ഷെയ്ഡ്സിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതുപോലെ വെറുതെ ഒരു പച്ച കളറ്, വെറും പച്ച കളർ, കോമ്പിനേഷൻസ് ഒന്നും ഇല്ലാത്ത പച്ച കളർ ലീഫായിട്ട് മാറും. അപ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇതിന് സൺലൈറ്റും കിട്ടുന്നുണ്ടെന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണ് ഈ ചൈനീസ് ക്രോട്ടൺ. നമുക്ക് ഓർണമെൻറ്റൽ പ്ലാന്റ്സ് വീട്ടിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. കാരണം അധികം ഇങ്ങനെ വളപ്രയോഗമോ ഒന്നും തന്നെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പം നോർമലായിട്ടുള്ളൊരു മണ്ണിലാണിത് നമ്മൾ നട്ടേക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൺലൈറ്റും വാട്ടറും മാത്രമാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായ ലീഫോടുകൂടിയ ഈ ഒരു ചെടി നമുക്ക് വീട്ടിൽ വെക്കാവുന്നതാണ്. ഈ പ്ലാന്റിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു ബ്രൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ലീഫാണ്. ഇതിൻ്റെ അടിഭാഗമാണ് ഭംഗി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് കാണുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ഭംഗി, ഇതിൻ്റെ മെയിൻ ലീഫ് നമുക്ക് മെയിനായിട്ട് കാണുന്ന പാർട്ടിനേക്കാളും ഇതായിരിക്കും കുറച്ചുകൂടി ഭംഗി. അപ്പോൾ അത് ആ ഒരു പ്ലാന്റ് അങ്ങനെ നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതിൻ്റെ ഭംഗി എടുത്തെറിയാനായിട്ട് പറ്റും. ഇത് ലോ മെയിൻ്റനൻസിൽ വരുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരെണ്ണം നമുക്ക് വീട്ടിൽ മേടിച്ച് വെക്കാവുന്നതാണ്. ഇത്ര പൊക്കം തന്നെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ടത് ചെടിച്ചട്ടിയിൽ വെക്കാം. ഇത്ര പൊക്കമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ചെടിച്ചട്ടിയിൽ ഇത് വെച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് നമുക്കിത് വെക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ, ഇതിൻ്റെ ഈ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് ഇതിൻ്റെ ഒരു കമ്പെടുത്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ റോസയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യത്തില്ലേ, വെള്ളത്തിലിട്ടിട്ടോ മണ്ണിൽ നിർത്തിയിട്ടോ നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അധികം വളപ്രയോഗമോ പ്രത്യേകതരം മണ്ണോ ഒന്നും തന്നെ ഇതിനാവശ്യമില്ല. ഏതൊരു തരത്തിൽ മണ്ണിലും പെട്ടെന്ന് തന്നെ നന്നായിട്ട് വളരും. വേറൊരു പ്രശ്നവും ഇല്ല. പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും നടത്തണമെന്നില്ല. അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.